വൈറ്റ് സിമെന്റ് കൊണ്ടല്ലേ കിട്ടുന്നത്. അപ്പൊ പിന്നെ വീടിനോ വൈറ്റ് സിമെന്റ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അംബികാസുധൻ മങ്ങാടിൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് പൊട്ടിയമ്മ തെയ്യം എന്നാണ്. പൊട്ടിയമ്മ തെയ്യം, അംബികാസുധൻ മങ്ങാട്. പൊട്ടിയമ്മയെക്കുറിച്ച് ഒരു കഥ എഴുതുവാനുള്ള ആഗ്രഹം 10-20 വർഷമായി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ എനിക്കതിനായില്ല. നാടകീയ മുഹൂർത്തങ്ങളോ പരിണാമഗുപ്തികളോ ഒന്നുമില്ലാത്ത തുറന്നതും രേഖീയവുമായ ഒരു ജീവിതം നയിച്ചതുകൊണ്ടാവാം അസാധാരണമായ ഒരു കഥാപാത്രമായിരുന്നിട്ട് കൂടി എൻ്റെ കഥാജീവിതത്തിലേക്ക് ഇതുവരെ അവർ കയറി വരാതിരുന്നത്. ഇന്ന് വെളുപ്പിനാണ് ഛിന്നഭിന്നമാക്കപ്പെട്ട നിലയിൽ റെയിൽപാളത്തിൽ നിന്ന് അവരുടെ ശരീരം വാരിക്കൂട്ടിയത്. ഒന്നിലധികം വണ്ടികൾ ഇരുവശങ്ങളിലേക്കും പൊട്ടിയമ്മയുടെ ശരീരഭാഗങ്ങളെ വലിച്ചിഴച്ചു മെതിച്ചിരുന്നു. റെയിൽ ഇരട്ടിപ്പിക്കുന്ന പണിക്കാർ പുലർച്ചെ ജോലിക്കെത്തിയപ്പോഴാണ് സംഗതി ലോകമറിഞ്ഞത്. ഏത് യാമത്തിലാണ് പൊട്ടിയമ്മ മരിച്ചത് എന്നെനിക്കറിയില്ല. മരിച്ചത് എന്ന് പറയാമോ? പൊട്ടിയമ്മ ചത്തു എന്നാണ് കുട്ടികളൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നത്. മൃഗങ്ങളുടേതുമാതിരി ഒരു ജന്മവുമായിരുന്നു. ഒരു മനുഷ്യൻ എന്ന പരിഗണന എങ്ങും ഉണ്ടായിരുന്നില്ല. പൊട്ടിയമ്മയെ കാണുമ്പോഴൊക്കെ MTയുടെ കുട്ടിയടത്തിയെ ഞാൻ ഓർക്കും. കൺമഷി പോലെ കറുത്ത രൂപം, വായ അടച്ചു പിടിച്ചാലും 2 ചക്കപ്പല്ലുകളുടെ അറ്റം പുറത്തു കാണാം. കൊട്ട കണ്ണും ഒട്ടിയ കവിളുകളും കീഴ്ത്താടിയിലെ വണ്ടിൻ്റെ വലിപ്പമുള്ള അരിമ്പാറയും മുഖത്തെ കൂടുതൽ വിരൂപമാക്കി. എന്നാൽ കുട്ടിയടത്തിയുടെ ഉശിരൊന്നും പൊട്ടിയമ്മയ്ക്കുണ്ടായിരുന്നില്ല. ഒരു പാവം ജന്തു. ആരെന്ത് പറഞ്ഞാലും അനുസരിക്കും, ഒരു വാക്കും ഉണ്ടില്ല. പാറുവമ്മ എന്നാണ് അവരുടെ പേര്. പൊട്ടിയമ്മ ഇരട്ടപ്പേരാണ്. കീക്കാനം തറവാട്ടിലെ പൊട്ടിയമ്മ തെയ്യം കണ്ടിറങ്ങിയ ശേഷം പുത്യാനത്തെ കണ്ടങ്കോരനാണ് ആദ്യം ഒരു തമാശന് പൊട്ടിയമ്മയെന്ന് വിളിച്ചത്. പിന്നെ അത് കാര്യമായി പാറുവമ്മയുടെ വിളിപ്പേരായി. പൊട്ടിയമ്മയുടെയും പാറുവമ്മയുടെയും ജീവിതത്തിന് അത്രമേൽ സമാനതകൾ ഉണ്ടായിരുന്നു. തെയ്യമായി തീർന്ന പൊട്ടിയമ്മയുടെ കഥ തോറ്റമ്പാട്ടിലുണ്ട്. വളരെ പണ്ട് കീക്കാനത്ത് കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ വലഞ്ഞ ഒരു ബ്രാഹ്മണ കുടുംബം വസിച്ചിരുന്നു അത്രേ. ചെയ്യാവുന്ന പുണ്യാഹങ്ങളൊക്കെ ചെയ്തു, ഒരു ഫലവും ഉണ്ടായില്ല. അക്കാലത്തൊരിക്കൽ മടായിക്കാവിൽ നിന്നും കീഴൂര് ശാസ്താവിനെ തൊഴാൻ വന്ന ഒരു തീയ കുടുംബം നടന്നു വലഞ്ഞ് ദാഹജലത്തിന് ഇല്ലത്തെത്തി. കാതിലോലയും തണ്ടവളയും കറുപ്പു വസ്ത്രവും ധരിച്ച ആളുകൾ. ബ്രാഹ്മണനും ഭാര്യയും ഉണ്ണുന്ന നേരം. ശകുനം ഒട്ടും പന്തിയല്ലെന്നു കണ്ട ബ്രാഹ്മണൻ തിരിച്ചു പോകുന്നേരം ഈ വഴി വരണം എന്ന് വഴിപോക്കരോട് അഭ്യർത്ഥിച്ചു. ദാഹജലവും നൽകി. അന്നു രാത്രിയിൽ ബ്രാഹ്മണന് സ്വപ്നദർശനമുണ്ടായി. ദാഹജലത്തിന് വന്ന അന്യജാതിക്കാർക്ക് മന വിട്ടുകൊടുത്തു ചാതുർമാസ്യ വ്രതം സ്വീകരിച്ച് സന്യസിക്കണമെന്നായിരുന്നു അരുളപ്പാട്. തീയ കുടുംബം പിറ്റേന്ന് തിരിച്ചു വന്നപ്പോൾ ബ്രാഹ്മണൻ അപ്രകാരം ചെയ്തു. ഇല്ലത്ത് കുടിപാർത്ത ആ തീയ കുടുംബത്തിൽ ആദ്യമുണ്ടായ സന്തതി ഒരു പൊട്ടിയായിരുന്നു. വീട്ടുകാരെപ്പോഴും ആ കുഞ്ഞിനോട് കാരണമില്ലാതെ ദ്വേഷിച്ചു. പ്രായം നോക്കാതെ കണ്ടമാനം പണിയെടുപ്പിച്ചു. രാവിലെ ഒരു കുന്ന് വിഴുപ്പ് അവളുടെ കുഞ്ഞു തലയിൽ ഏറ്റിക്കൊടുത്തു. പുഴക്കരയിലെത്തി. തുണിത്തരങ്ങളെല്ലാം അവൾ അലക്കി. പുഴക്കരയിൽ തന്നെ തുണികളെല്ലാം ഉണങ്ങാൻ വിരിച്ചിട്ടു. വെയിലാറുമ്പോഴേക്കും തുണികൾ മടക്കി കെട്ടി വീട്ടിലെത്തി. അലക്കില്ലാത്ത ദിവസം നെൽപ്പാടത്തിനു നടുവിൽ ചാളകളെ പായ്ക്കാൻ പൊട്ടിയ വെയിലത്ത് ഉതിരും. തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാതെ പകലങ്ങളെ അവൾ ചാളകളോട് കൂവിക്കൊണ്ടിരിക്കും. തീണ്ടാരി കഴിഞ്ഞിട്ടും പണിക്കൊട്ടും കുറവ് വന്നില്ല. നല്ലൊരു വാക്ക് ഒരാളും അവളോട് മിണ്ടിപ്പറഞ്ഞില്ല. നല്ലതൊന്നും തിന്നാൻ കൊടുത്തില്ല. ഒരു ദിവസം അലക്കുകല്ലിന്മേൽ കുനിഞ്ഞു നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കെ മുട്ടോളം പുഴവെള്ളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു. അതല്ല, ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്ന് ഏതോ പുരുഷൻ അവളുടെ നടുപ്പുറത്ത് ആഞ്ഞു ചവിട്ടിയാണ് മരിച്ചത് എന്നും പാഠഭേദമുണ്ട്. ആ പൊട്ടിപ്പെണ്ണാണ് മരണശേഷം ദിവ്യത്വത്തിൽ പൊട്ടിയമ്മ തെയ്യമായത്. മറ്റ് ഭഗവതിമാരെ പോലെയല്ല. ആർഭാടങ്ങൾ നിറഞ്ഞ വേഷവിധാനങ്ങളില്ല. തെയ്യങ്ങൾക്ക് സഹജമായ വീര്യവുമില്ല. പൊട്ടിയായതിനാൽ ഉരിയാട്ടവുമില്ല.
എങ്കിലും അനുഷ്ഠാനങ്ങൾ ഓരോന്നും കൗതുകം ജനിപ്പിക്കുന്നതാണ്. മുഖത്തെഴുത്തും അല്പം ചില ഉടുത്തുകെട്ടും തലപ്പാളിയും ധരിച്ച് അരങ്ങത്ത് വന്നാൽ ഒരു നിമിഷം പാഴാക്കാതെ തെയ്യം അലക്കൽ അഭിനയിച്ചു തുടങ്ങും. വിഴുപ്പ് ഏറ്റിക്കൊണ്ടുള്ള നടത്തം, വെള്ളത്തിൽ മുക്കൽ, അടിച്ചു നന, മുക്കിപ്പിഴിയൽ, പിരിച്ചുണക്കൽ, ചാളകളെ ഓടിക്കും വിധം വികൃതമായൊരു കൂറ്റ് തൊണ്ടയിൽ നിന്ന് ഇടയ്ക്കിടെ പുറത്തെടുക്കും. വീണ്ടും കുനിഞ്ഞ് അലക്കോടലക്ക്. പെട്ടെന്ന് നടുപ്പുറത്ത് ചവിട്ടേറ്റതുപോലെ നിലത്ത് വീണ് ഇല്ലാത്ത വെള്ളത്തിൽ കൈകാലിട്ടടിച്ച് നിശ്ചലയാകും. 1905 വടക്കേ മലബാറിനെ രണ്ടായി പകുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ റെയിൽപാളം വന്നപ്പോൾ വഴി വിലങ്ങി നിന്ന പൊട്ടിയമ്മക്കാവ് വെട്ടി നശിപ്പിച്ചു. അനാഥമായി തീർന്ന കാവിനകത്തുണ്ടായിരുന്ന വാളും പരിചയും കീക്കാനത്ത് മറ്റൊരു പള്ളിയറ ഉണ്ടാക്കി നാട്ടുകാർ പുനഃപ്രതിഷ്ഠിച്ചു. റെയിൽ തുരങ്കത്തിനും ഓവർ ബ്രിഡ്ജിനും ഇടയിൽ പൊട്ടിയമ്മക്കാവ് ഉണ്ടായിരുന്ന ദിക്കിലെത്തുമ്പോൾ അക്കാലത്ത് വണ്ടികളുടെയൊക്കെ വേഗം കാരണമില്ലാതെ കുറഞ്ഞിരുന്നു അത്രേ. തുറുപ്പിച്ച ദംഷ്ട്രകളും ചോരയിറ്റുന്ന നാവുമായി മുടി അഴിച്ചിട്ട് ഒരു രൂപം പരിസരങ്ങളിലൊക്കെ അലഞ്ഞു തിരിയുന്നത് പാതിരാത്രികളിൽ പലരും കണ്ടു അത്രേ. ഇങ്ങനെ ധാരാളം കഥകൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് കേട്ടിരുന്നു. പിന്നെ കഥകളൊന്നും കേൾക്കാതെയായി. കഥ പറയാനോ കേൾക്കാനോ ആളുകൾക്ക് നേരമില്ലാതായി. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ പ്രേതകഥകൾ എന്ന് കേൾക്കുമ്പോഴേക്കും ചിരി തുടങ്ങും. ചാനലുകളിലെ അവർക്ക് പ്രേതങ്ങളുള്ളൂ. മലബാറിലേക്കുള്ള റെയിലിൻ്റെ വരവാണ് പൊട്ടിയമ്മക്കാവ് നിലംപരിശായത്. പൊട്ടിയമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിനു മേലെ കൂടി വണ്ടി ഓടി കൃത്യം 1 നൂറ്റാണ്ടു കഴിഞ്ഞ് ഗതാഗത രംഗത്തെ വൻ വിപ്ലവമെന്ന് പ്രകീർത്തിക്കപ്പെട്ട റെയിൽ ഇരട്ടിപ്പ് യാഥാർത്ഥ്യമായി. ഈ സന്തോഷാവസരത്തിലാണ് പൊട്ടിയമ്മ എന്ന് വിളിക്കപ്പെട്ട പാറു അമ്മ ഇന്ന് പുതിയ പാളത്തിൽ തലവെച്ചത്. ഈ യാദൃച്ഛികതയ്ക്കും അപ്പുറത്ത് നാട്ടുകാർ പാറു അമ്മയെ പൊട്ടിയമ്മ എന്ന് വിളിച്ചത് വെറുതെയല്ലെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ടായിരുന്നു. ഒരു ചെറിയ ജീവിതകഥ പൊട്ടിയമ്മയെക്കുറിച്ച് തോറ്റമ്പാട്ടിലുണ്ടെങ്കിലും പാറുവമ്മയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഒരു ദിവസം കീക്കാനത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നല്ലാതെ ഏത് തരക്കാരിയെന്നോ ഏത് ജാതിക്കാരിയെന്നോ മാതാപിതാക്കൾ ആരെന്നോ നാടേതെന്നോ അറിയില്ല. സംസാരശേഷി ഉണ്ടെങ്കിലും ഒരു പൊട്ടിയെപ്പോലെ അവർ സദാസമയവും മിണ്ടാതിരുന്നു. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ വാ തുറന്നുള്ളൂ. അതിൽ സ്വന്തം കഥകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പൊട്ടിയമ്മയെപ്പോലെ പാറു അമ്മയും അലക്കുകാരിയായി. നാട്ടുകാരുടെ മുഴുവൻ വിഴുപ്പുമേറ്റ് അതികാലത്ത് അവർ പുഴക്കരയിലെത്തി. ഒരു പുഴജീവി പോലെ എപ്പോൾ നോക്കിയാലും പാറു അമ്മ പുഴക്കരയിലുണ്ടാകും. കല്ലിലടിക്കലും സാമൂന തേക്കലും മുക്കലും പിഴിയലും വിരിക്കലും ഉണക്കലും തന്നെ. ഒന്നാം വിളക്കാലത്ത് അപൂർവമായി പാർവമ്മയെ കണ്ടതിലും കാണാം. കള പറിക്കലോ കതിര് പറിക്കലോ ചാളകളെ പായിക്കലോ ഒക്കെ ആയിട്ട്. പൊട്ടിയമ്മയുടെ പുനരവതാരമാണോ ഈ അമ്മയെന്ന് ഒരു ചെറു ചിരിയോടെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അല്പം നാടകീയതയും ഇത്തിരി പരിണാമഗുപ്തിയുമുള്ള ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അത് പറയാതിരുന്നുകൂടാ. ഒരുത്തനും താല്പര്യത്തോടെ അവളുടെ മുഖത്ത് ഒരിക്കലും നോക്കിയിട്ടില്ലെങ്കിലും എങ്ങനെയോ അവൾ ഗർഭിണിയായി. നാട്ടുകൂട്ടം അക്കാലത്ത് അവളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുവെങ്കിലും വാലും തുമ്പും കിട്ടിയില്ല. ഒരുത്തനും തന്നെ തൊട്ടില്ലെന്ന് അവരുടെ മൊഴി ആൾക്കൂട്ട ചിരിയിൽ മുങ്ങിപ്പോയി. എൻ്റെ കർപ്പവനിക്ക് എൻ്റെ ഭഗവതി തെയ്യം തന്നതാ എന്ന് ചില അമ്രാക്കളോട് പറഞ്ഞതും കീക്കാനത്ത് പിന്നീട് തമാശ ചിരികൾക്ക് കാരം കൂട്ടിയിരുന്നു. ഗർഭത്തെക്കുറിച്ച് പാറു അമ്മയ്ക്ക് പരിഭ്രാന്തികളൊന്നും കണ്ടില്ല. പണികളെല്ലാം മുറയ്ക്കു നടന്നു. വെളുപ്പിനെ വയറും വലിച്ച് പുഴക്കരയിലെത്തി. കുഞ്ഞിനെ പാർവമ്മ നല്ലപോലെ നോക്കി വളർത്തി. അലക്കാൻ നേരത്തെ കുഞ്ഞിനെ പുഴക്കരയിലെ തെങ്ങിൻ ചുവട്ടിലെ തണലിൽ കിടത്തി. തേങ്ങ വീഴുമോ പാമ്പ് കടിക്കുമോ തുടങ്ങിയ പേടികളൊന്നും അവരെ തീണ്ടിയിരുന്നില്ല. പുഴക്കരയിൽ ഓടിക്കളിച്ചും ഞണ്ടു പിടിച്ചും മീൻ പിടിച്ചും വല്ലോർക്കും ചാക്കിരിപ്പണി എടുത്തും അവൻ വളർന്നു. കൗമാരവും കടന്ന് യൗവനമുദിച്ചപ്പോൾ തിരിച്ചറിവുകൾ ഉണ്ടായപ്പോൾ തന്തയില്ലാത്തവനാണെന്ന പരിഹാസച്ചിരികൾ ഉയർന്നപ്പോൾ ഒരു രാത്രി പെറ്റമ്മയോട് പോലും മിണ്ടാതെ അവൻ നാടുവിട്ടു.
മകന്റെ വേർപാടും പാറുവമ്മ നിശബ്ദമായി സഹിച്ചു. കുറേ കാലം പിന്നെയും നാട്ടുകാരുടെ വിഴുപ്പ് ചുമന്നു. ജോലി ഇല്ലാതായതുകൊണ്ടാണോ പാറുവമ്മ ഈ വയസ്സാം കാലത്ത് ആത്മഹത്യ ചെയ്തത്? അറിയില്ല. മിക്കവാറും വീടുകളിൽ വാഷിംഗ് മെഷീൻ വന്നിരുന്നു. കീക്കാനം ഗ്രാമക്കാഴ്ചകളെല്ലാം ഒന്നൊന്നായി വെടിഞ്ഞ് നഗരപ്രാന്തമായി തുടങ്ങിയിരുന്നു. പുഴ വറ്റി തുടങ്ങിയിരുന്നു. കുളിക്കാനോ അലക്കാനോ വയ്യാത്ത വിധം ഒരു കറുത്ത ലായിനിയാണ് കുറച്ചു കാലമായി ഒരു ചാല് പോലെ ഒഴുകിക്കൊണ്ടിരുന്നത്. കുട്ടിക്കാലത്തെ പഞ്ചാരമണൽ നിറഞ്ഞ പുഴ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും വറ്റാതൊഴുകുന്നുണ്ട്. ബലരാമേട്ടൻ്റെ കൂടെ ഞങ്ങൾ കുറേ കുട്ടികൾ ചൂട്ടച്ചിയെയും കരിമീനെയും മറ്റും വളയ്ക്കാൻ വീശുവലയുമായി തുഴഞ്ഞു പോയിരുന്നു. എല്ലാം ഓർമ്മകൾ മാത്രമായി. കാണെ പുഴ മെലിഞ്ഞു വന്നു. ഇരുവശത്തും താമസിച്ചവർ ചതുപ്പുകളൊക്കെ മണ്ണിട്ട് നികത്തി സ്വന്തമാക്കി. പച്ചക്കറിയും കവുങ്ങ് കൃഷിയും തുടങ്ങി. ഓവർബ്രിഡ്ജിനടിയിൽ പുഴമണലിൽ ചെറിയ ചാപ്പയിട്ട് മുറുക്കാൻ കട എന്ന വ്യാജേന കേശു പാക്കറ്റ് ചാരായ വിൽപ്പന തുടങ്ങി. കീക്കാനത്തെ പുതിയ കോൺക്രീറ്റ് പാലം വറ്റിയ പുഴയുടെ മേൽ ഭീമാകാരമായ ശവക്കല്ലറ പോലെ ആകാശത്തേക്ക് എറിച്ചു നിന്നു. ഇക്കഴിഞ്ഞ കാലവർഷമാകട്ടെ വേഗം പിണങ്ങി പിരിഞ്ഞു. തുലാവർഷം മുഖം കാണിച്ചതുപോലുമില്ല. അതോടെ ഓർമ്മയിൽ ഒരിക്കലും വറ്റാതിരുന്ന പുഴയിലെ നീർക്കുഴികളും വറ്റി. 2 ദിവസത്തിൽ കുറേ ലോറികൾ ഒന്നിച്ച് ഇരമ്പി വന്ന് അവിടെ ശേഷിച്ചിരുന്ന പൂഴിയും കടത്തി. അങ്ങനെ പുഴ തന്നെ ഇല്ലാതായി. നെൽപ്പാടങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലായിടവും നികന്നു വീടുകൾ വന്നിരുന്നു. ഏതാണ്ട് 1 കൊല്ലമായി പൊട്ടിയമ്മ ഒരു പിച്ചക്കാരിയുടെ മാതിരിയാണ് കീക്കാനത്ത് ജീവിച്ചു പോന്നത്. ജീവിതകാലം മുഴുവൻ വിഴുപ്പലക്കിയതിനാൽ നടുകൂനിപ്പോയ ശരീരത്തെ ഒരു വടിയിൽ ഉയർത്തിപ്പിടിച്ച് പൊട്ടിയമ്മ വീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് വെറുതെ ചോദിക്കും, വിഴുപ്പലക്കാണ്ടോ അമ്രാക്കളെ? ഇത് കേട്ടാൽ ഉടനെ വീട്ടുകാരി ഒരു പാത്രം കുളുത്തോ നാണയത്തുട്ടോ കൊടുക്കും. ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും വെറുതെ പറയും, വിഴുപ്പുണ്ടെങ്കിൽ എന്നെ വിളിച്ചോണേ. 5-6 ദിവസം മുമ്പാണ് ഒരത്യാവശ്യത്തിന് പുഴ ഉണ്ടായിരുന്ന ദിക്കിലൂടെ രൂപപ്പെട്ട കുറുക്കു വഴിയിലൂടെ ധൃതിയിൽ നടക്കുമ്പോൾ പുഴമണലിലെ കത്തുന്ന വെയിലിൽ പൊട്ടിയമ്മ ഇരിക്കുന്നത് കണ്ടത്. മലമൂത്രങ്ങളുടെ രൂക്ഷഗന്ധം എങ്ങുമുണ്ടായിരുന്നു. തീർത്ഥാടനത്തിന് പോകുന്ന വണ്ടികൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് അവിടെ നിർത്തിയിടാൻ തുടങ്ങിയിരുന്നു. തുറച്ചുനോട്ടവുമായി അനങ്ങാതെ പൊള്ളിയിരിക്കുന്ന പൊട്ടിയമ്മയെ കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഇത്തിരി നേരം ചുറ്റിപ്പറ്റി നിന്നിട്ടും അവർ എന്നെ ഗവനിച്ചതേയില്ല. ഒടുവിൽ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചു, മോൻ്റെ എന്തെങ്കിലും വിവരമുണ്ടോ പൊട്ടിയമ്മേ? തുറച്ചുനോട്ടം മാറ്റാതെ ആരോടെന്നില്ലാതെ അവർ ഒട്ടും മയമില്ലാതെ പ്രതികരിച്ചു. ഏതു മോന്? ആരുടെ മോന്? ഞാനൊന്നിനെ പറ്റിനില്ല. മരിച്ച വിവരമറിഞ്ഞിട്ടും പൊട്ടിയമ്മയെ കാണാൻ ഞാൻ പോയില്ല. പല കഷ്ണങ്ങളായി ചിതറിപ്പോയ ആ ജീവിതത്തെ എനിക്ക് നേരിടാനാവില്ല. കഥാരചനയ്ക്കുള്ള ഈ പുറപ്പാട് തന്നെ ആ അസ്വാസ്ഥ്യത്തെ മറികടക്കാനുള്ള ഉപായമാവാം. ഒരാവേശത്തിന് ഞാൻ അതങ്ങ് തുടങ്ങി വെച്ചു. പക്ഷെ ഏത് കുറ്റിയിലാണ് ഇത് കൊണ്ടുപോയി കെട്ടുക? അടിവരയിട്ട് തീർക്കാവുന്നതല്ല പൊട്ടിയമ്മ എന്ന മിണ്ടാപ്രാണിയുടെ കഥയെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. എങ്കിലും രചനാപരമായ ചില ഒത്തുതീർപ്പുകൾക്ക് കഥാകൃത്തിന് വഴങ്ങാതിരിക്കാനാവുമോ? കുതിർന്ന വസ്ത്രങ്ങളോടെ ലളിത മുന്നിൽ വന്നു നിന്നത് അറിഞ്ഞതേയില്ല. അവൾ ദേഷ്യപ്പെട്ടു. നിങ്ങളെന്താ പൊട്ടനാ? ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എത്ര നേരമായി തൊണ്ട പൊട്ടിക്കുന്നു? ഒരു മറുചോദ്യമായി ഞാൻ അവളെ നേരിട്ടു. 5 മണി കഴിഞ്ഞല്ല, നീ എനിക്ക് 4 മണിയുടെ ചായ തന്നാ? കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനികളൊന്നുമില്ലാതെ അന്നേരം അവൾ സങ്കടപ്പെട്ടു. കാലത്ത് മുതൽ നടു നിവർക്കാൻ ഒരു തുള്ളി സമയം എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളിങ്ങനെ ചാരുകസരയിൽ കിടന്ന് ഓരോ പേക്രാന്തം വായിച്ചുകൊണ്ടും ഓരോ കുന്ത്രാണ്ട് എഴുതിക്കൊണ്ടും ഇരുന്നോ? 4 മണിക്ക് ചായ ഉണ്ടാക്കി വെച്ച് ഞാൻ എത്ര വിളിച്ചു, കേക്കണ്ടേ? തണുത്ത കൈ എൻ്റെ കഴുത്തിലൂടെ ചുറ്റി എന്നോട് ചേർന്ന് ലളിത ചോദിച്ചു. നടുവേദനിച്ചിട്ട് വയ്യ, ചായ കുടിച്ച് എനിക്ക് കുറച്ച് ബാം പുരട്ടി തരുവാ? ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും പൊട്ടിയമ്മ തെയ്യത്തിൻ്റെ പരമ്പരകളായി എവിടെയെങ്കിലും സ്ത്രീ പരമ്പരകളെ നാം കാണുന്നു. ചൂഷണം ചെയ്യപ്പെടുന്ന പ്രകൃതിയും സ്ത്രീയും തന്നെയാണ് ഈ കഥയിലെയും
പ്രധാന പ്രമേയം. പുട്ടിയമ്മ തെയ്യം എന്ന കഥ കാലിക പ്രസക്തിയുള്ള ഒരു കഥയായി അങ്ങനെ മാറുന്നു.